സമാധാനമായിരിക്കും രാധേ. അച്ഛൻ പോയെങ്കിൽ നിനക്ക് ഞാനുണ്ട്. വാ, വന്നു വല്ലതും കഴിക്കേ. വരൂ. ദീപു, ഈ തെണ്ടിപ്പെണ്ണിന്റെ കൂടെ കുഴഞ്ഞാടാടാ നീ വീടോട്ട് ഓടിപ്പോന്നത്. ആരോരുമില്ലാത്ത ഈ വീട്ടിൽ നിനക്കെന്ത് കാര്യം? അച്ഛാ, മിണ്ടിപ്പോരുത്. നടന്നങ്ങോട്ട്. എന്നെ വിടൂ, ഞാൻ വരുന്നില്ല. ദീപേട്ടനെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? എന്നോടൊരു വാക്കുപോലും പറയാതെ ദീപേട്ടൻ പൊയ്ക്കളഞ്ഞല്ലോ. ഞാൻ ഒരിക്കലും തിരിച്ചു വരണമെന്ന് വിചാരിച്ചതല്ല. അമ്മാവൻ വന്നില്ലായിരുന്നെങ്കിൽ ദീപേട്ടൻ വരില്ലായിരുന്നു അല്ലേ? എന്നെ തനിച്ചു വിട്ടേച്ചു പോകാൻ ദീപേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ഏതായാലും തിരിച്ചു വന്നല്ലോ. ഇനി ഞാൻ ദീപേട്ടനെ എങ്ങും വിടത്തില്ല. അതിരിക്കട്ടെ, ആ പെണ്ണിന്റെ പേരെന്താ? രാധ. കാണാൻ കൊള്ളാമോ? നിന്റെ അത്ര സൗന്ദര്യമില്ല. പഠിക്കുന്നുണ്ടോ? അവൾ പഠിച്ചിട്ടേ ഇല്ല. അയ്യേ, തീരെ പാവങ്ങളാണല്ലേ. അവിടെ താമസിക്കാൻ ദീപേട്ടൻ എങ്ങനെ തോന്നി? അവർ പാവങ്ങളാണെങ്കിലും പണക്കാർക്കില്ലാത്ത മറ്റു പലതും അവർക്കുണ്ട്. അതെന്താ ചേട്ടാ? അവർക്ക് സ്നേഹിക്കാനറിയാം. അപ്പോ ഞങ്ങളാരും ചേട്ടനെ സ്നേഹിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള സ്നേഹത്തിന്റെ കാര്യമല്ല. പിന്നെ? അത് നിനക്കറിയില്ല. ദീപേട്ടന് എന്നേക്കാൾ ഇഷ്ടം അവളെയാ. അല്ല, നീ കരയാൻ തുടങ്ങാണോ? മണ്ടിപ്പെണ്ണെ, നീ കരയാതെ. എനിക്ക് അവളെക്കാൾ ഇഷ്ടം നിന്നോടാ. ഇന്ന് വാ. നീ എന്താ എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ആശ മരിച്ചിട്ട് 5-8 ദിവസം കഴിഞ്ഞില്ലേ? നീ വല്ലതും കഴിച്ചോ? ഞാൻ പോയി വല്ലതും വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട. ആശാനോ പോയി. ആശ ഉണ്ടാക്കിയിരുന്ന ആ വായി നോക്കി ചെറുക്കനും പോയി. ഇയാളെന്തിനാ വന്നേ? നിന്നോടൊരു കാര്യം പറയാൻ. എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കണമെന്നായിരുന്നു ആശാന്റെ ആഗ്രഹം. ഇയാൾക്കിപ്പോ എന്ത് വേണം? 4 ആളിന്റെ മുൻപ് വെച്ച് നിനക്ക് പുടവ തന്നിട്ട് ഞാൻ നിന്റെ കൂടെ താമസിച്ചോളാം. എനിക്ക് മനസ്സില്ല തന്റെ കൂടെ താമസിക്കാൻ. ആ തൊലി വെളുത്ത ചെറുക്കിന് വേണ്ടി നീ ഇനിയും മഞ്ഞ കൊള്ളണ്ടടി. ഞാൻ ഇന്നു മുതലേ ഇവിടെ കയറി താമസിച്ചാലും ആരും ഒരു അക്ഷരം ഇല്ല. താൻ പോകുന്നതാ നല്ലത്. അങ്ങനെ പോവാനോ? പോയില്ലെങ്കിലേ ഇവിടെ കറക്കത്തിരിപ്പുണ്ട്. ഒന്ന് അടങ്ങി നില്ലടി പെണ്ണെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇറങ്ങിപ്പോടോ, ഇല്ലെങ്കിൽ ഞാൻ നിലവിളിച്ച ആളെ കൂട്ടും. പോടോ, ഇറങ്ങിപ്പോടോ. പോകാനാ പറഞ്ഞത്. എടേ, ഞാനിപ്പൊ പോവാം. പക്ഷെ നീ സൂക്ഷിച്ചോ. പിന്നെ ദീപേട്ടൻ നാളെ പോവുകയല്ലേ? ഇന്ന് എന്ന് വരും? എന്നെങ്കിലും. അവിടെ ചെന്നാ എനിക്ക് കത്തുകൾ അയക്കോ? ശ്രമിക്കാം. ദീപേട്ടൻ വിഷമിക്കണ്ട. ഞാൻ അച്ഛനെല്ലാം എഴുതിയിട്ടുണ്ട്. കൽക്കട്ടയിൽ ചേട്ടന് നല്ല സുഖമായിരിക്കും. ഇനി വരുമ്പോ ചേട്ടൻ എന്നെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോകാം. ചേട്ടൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നാളെ മുതൽ ഞാൻ ഒറ്റയ്ക്കാവും. ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? വാ.
ആരാ അത്? ഏത് പക്ഷിയുണ്ടെങ്കിൽ നശിക്കും. അയ്യോ ചേട്ടാ, വേണ്ട, അയാളെ കൊല്ലണ്ട. നീ മനുഷ്യനാണോ? നിനക്കുമില്ലേടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ? ചോദിക്കാനും പറയാനും ആരോരുമില്ലാത്ത ഈ പാവം പെണ്ണിനോട് നിനക്കിങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. ദ്രോഹി. ഞാൻ തോറ്റുപോയെന്ന് വിചാരിക്കണം. നേരം വെളുക്കുന്നതിന് മുമ്പ് രണ്ടിനെയും ശരിപ്പെടുത്തും. നാളെ നേരം വിളിക്കുന്നതിന് മുൻപ് എവിടെയെങ്കിലും പോകും ദീപേട്ട. ആള് ഭയങ്കര. ഇല്ല രാജ, ഒരിക്കലുമില്ല. നിന്നെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. ദീപ് പോകണം. അവൻ ഈ നാട്ടുകാരനാ, അതുകൊണ്ട് നാട്ടുകാരും അവന്റെ കൂടെ നിൽക്കും. എന്റെ പൊന്നു ദീപു അല്ലേ, ഉടനെ പോകണം. എങ്കിൽ നീ കൂടി വാ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, ഒരുമിച്ച് ജീവിക്കാം. ഭവാനിയമ്മേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നത്. ഇനിയും ഞാൻ അവനെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞാൽ... ഭാസ്കരേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്ഥലത്തേക്കാ ഞങ്ങൾ ഇപ്പൊ പോകുന്നത്. എന്തിനാ കുഞ്ഞെ? താമസിക്കാൻ. അതിനവിടെ വീടൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ ഒരു കൊച്ചു കുടിലുണ്ടാക്കണം. അതിനാവശ്യമുള്ളതൊക്കെ വാങ്ങിത്തന്നാ. നീ മാത്രമേ എനിക്കുള്ളൂ. എന്തായാലും ദീപു കാണിച്ചത് ഒട്ടും ശരിയായില്ല. എന്തിനാ എല്ലാവരെയും പിണക്കിയിട്ട് എന്റെ കൂടെ താമസിക്കുന്നത്? മനസ്സുഖത്തിന് വേണ്ടി. വീട്ടിൽ താമസിച്ചാ മനസ്സുഖം കിട്ടത്തില്ലേ? നേര് പറ ദീപു, അച്ഛനുമായി വഴക്കിട്ട് പോന്നെ എന്തിനാ? എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മയെക്കുറിച്ച് ആയ പറഞ്ഞ അറിവേ ഉള്ളൂ. അമ്മ സുന്ദരിയായിരുന്നു. അമ്മയെ അച്ഛൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ഇതുവരെ ഇത് ഉണങ്ങിയില്ലേ? ഓ സാരമില്ല, അത് താനെ ഉണങ്ങിക്കോളും. ആ, നിനക്കൊരു രസം കേൾക്കണോ? ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഒരു വായ നോക്കി സ്വാമി വന്നിരുന്നു. എന്തിന്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവിയെ കുറിച്ച് പറയാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? അവന് ഞാൻ തല്ലു കൊടുക്കാതെ പറഞ്ഞയച്ചു. കള്ളറാസ്കൾ. എന്തു പറ്റി? അവൻ പറയുകയാണ്, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ചെകുത്താന്റെ കുഞ്ഞാണെന്ന്. അതിനെ പ്രസവിക്കുന്നതോടെ നീ മരിച്ചു പോകുന്നത്. അല്ലേ, നീ അങ്ങ് വല്ലാതായല്ലോ. ഇവന്മാരൊക്കെ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? ടേക്ക് ഇറ്റ് ഈസി ബാബാ. അതിരിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞ
എന്റെ കുഞ്ഞിനെ ചേട്ടൻ എങ്ങനെ വളർത്തും? ആ കള്ളസ്വാമി പറഞ്ഞ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ ചെകുത്താന്റെ കുഞ്ഞിനെ ഞാൻ... ചേട്ടാ, ഡോക്ടർ, പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അപ്പോൾ ശാരദ സീരിയസ് ആണ്. ശാരദ, ചേട്ടാ, അങ്ങനൊന്നും തോന്നരുത്. കൊച്ചമ്മയുടെ വയറ്റി ചെകുത്താന്റെ കുഞ്ഞാ പിറന്നിരിക്കുന്നത്. ആ സംഭവത്തിന് ശേഷമാണ് അച്ഛൻ എന്നെ വെറുക്കാൻ തുടങ്ങിയത്. ഇന്ന് എന്നെ കാണുന്നത് പോലും അച്ഛൻ ഇഷ്ടമല്ല. ദീപു വിഷമിക്കണ്ട. ദീപുവിന്റെ മനസ്സ് ഞാൻ ഒരിക്കലും നോവിക്കില്ല. ദീപു, നമ്മൾ ഈ കരയിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. സഹായത്തിന് പോലും ആരുമില്ലല്ലോ. എന്തായാലും ആരുപദ്രവിക്കാൻ വരില്ല രാധേ. നാളെ മുതൽ നമ്മൾ എങ്ങനെ ജീവിക്കും? ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യും. കിട്ടുന്നത് കൊണ്ട് നമ്മൾ സുഖമായി കഴിയും. അതിന് ദീപുവിന് ജോലിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ആര് ജോലി തരും? ആരും തന്നില്ലെങ്കിൽ ഞാൻ ചുമടെടുക്കും. ദീപു, രാധേ, പോയി കിടന്നുറങ്ങും. രാധേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ.